വൈകുന്നേരത്തെ സ്നാക്കായിട്ടോ അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലോ ഒക്കെ കൊടുത്തു വിടാൻ വേണ്ടി പറ്റുന്ന നട്ട്സൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം, വാൽനട്ട്, അതുപോലെ നിലക്കടല ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇത് ദിവസേന 1-2 കഴിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നിലക്കടലയൊക്കെ ഇതിൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റും. അതുപോലെ HDL ഒക്കെ കൂട്ടാനും പിന്നെ നമ്മളെ പ്രമേഹമുള്ളവർക്കൊക്കെ ലഘുവായിട്ട് കഴിക്കാൻ പറ്റുന്നതായ ഇതാണ് നിലക്കടല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കഴിക്കരുത്. എല്ലാം നമുക്ക് മിതമായ അളവിൽ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് അങ്ങനെ ദോഷം ചെയ്യില്ല. ഈ നിലക്കടല അതുപോലെ ഒരുപാട് നട്ട്സൊക്കെ ഇതിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മളെ സ്കിന്നിനും അതുപോലെ മുടിക്കുമൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് മട്ട അരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് മട്ട അരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. മട്ട അരി വറുത്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇത് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. മട്ടരി വറുത്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. സാധാരണ നമ്മൾ പച്ചരിയോ അതുപോലെ ബാക്കിയുള്ള പുഴുങ്ങലരിയോ പോലെയല്ല, ഇത് കുറച്ചധികം ടൈം എടുത്താലേ നമുക്കിത് വറുത്ത് കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒരു വൈറ്റ് കളറാകുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിം ഒന്ന് മാറ്റിയിട്ട് മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് മാറ്റണേ. ഈ ഒരു സമയത്ത് തന്നെ ഇതുപോലെ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങും. ഇത് കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇത് പുറത്തിരുന്നിട്ട് തന്നെ പിന്നെയും കുറച്ചും കൂടി ഒന്ന് മൂത്ത് കിട്ടും. ഇനി സെയിം പാനിലേക്ക് തന്നെ നമ്മൾ നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് നിലക്കടലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിലക്കടലയാണ് ഇതിൽ നമ്മൾ കൂടുതൽ എടുക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തൊലി കളഞ്ഞ നിലക്കടല നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുത്താലും മതി. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇതുപോലെ ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെയാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ബദാം, പിന്നെ 1/4 കപ്പ് വാൽനട്ടും കൂടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടിയും 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അരിയും നമ്മൾ 1/4 കപ്പാണല്ലോ എടുത്തത്. ഞാൻ നിലക്കടലയാണ് 1 കപ്പ് എടുത്തത്. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ അളവിൽ നമുക്ക് എടുക്കേണ്ടത്. നിലക്കടല വെച്ചിട്ടുള്ള ഒരു ലഡുവാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ഒരുമിച്ചിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറും ഒന്ന് മാറി നമ്മൾ നിലക്കടലയൊക്കെ വറുക്കുന്നത് പോലെ തന്നെ ആ ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്താണ് നമ്മൾ ഇത് ഒന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു 1/2 കപ്പ് ശർക്കരയാണ് കേട്ടോ ചേർക്കുന്നത്. ശർക്കരേൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലധികം അങ്ങനെ കല്ലും മണ്ണൊന്നും ഇല്ലാത്തതാണ്, നല്ല ശർക്കര പൊടിയാണ്. അപ്പോൾ ശർക്കര ചേർക്കുന്നുണ്ടെങ്കിൽ 2 വലിയ ശർക്കര നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് അരിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അരിയും അതുപോലെ നമ്മളെ നട്ട്സൊക്കെ നല്ലപോലെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് പൊടിച്ചെടുക്കാവൂ, അല്ലെങ്കിൽ മിക്സി കേടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് അളവ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് 1-2 ബാച്ചായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതങ്ങ് ഒരുപാടങ്ങ് അരച്ചെടുക്കരുത്. നട്ട്സ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഓയിലിങ് വരും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാനേ പാടുള്ളൂ. അതൊക്കെ ഒന്ന് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശർക്കര ഒന്ന് പാനിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് കൂടുതൽ അളവിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്ന് വെന്ത പോലെ ആവണം. അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് കുറച്ച് ദിവസത്തേക്ക് അങ്ങ് മോശമാവാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ തേങ്ങ ഇതുപോലെ ശർക്കര പാനിയായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടിയും ചേർക്കുന്നുണ്ട്. നെയ്യ് നിങ്ങൾക്കറിയാമല്ലോ നല്ല ഹെൽത്തി ഫാറ്റാണെന്നുള്ളത്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഇതൊന്ന് തിളച്ച് വരും കേട്ടോ. നമ്മൾ ശർക്കര പാനി തേങ്ങയായിട്ട് യോജിച്ചിട്ട് ഒരു തിള ഒന്ന് വരുന്ന സമയത്താണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ഇതാ നമുക്ക് ഇനി ഈ ഒരു സമയത്ത് നേരത്തെ പൊടിച്ച് വെച്ച ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര പാനിയും തേങ്ങയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആവണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് പുറത്ത് വെച്ചാൽ തന്നെ ഏകദേശം ഒരു 3-4 ദിവസം നിൽക്കും. പിന്നെ ഒരുപാട് അളവിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പൊടീൻ്റെ എല്ലാ ഭാഗത്തും ശർക്കര പാനി എത്തുന്ന വിധത്തിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കുക. അരിയൊക്കെ എന്തായാലും വീട്ടിലുണ്ടാവുമല്ലോ, പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഇപ്പോൾ എല്ലാവരും മുതിർന്നവർക്കായി കഴിഞ്ഞാലും നട്ട്സൊക്കെ വീട്ടിൽ വാങ്ങിയിട്ട് സ്റ്റോക്ക് ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് സൈഡിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് തണുക്കണ്ട, ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഒരു ഇളം ചൂടോടെ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ആ ഒരു ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ നല്ലൊരു കറക്റ്റ് ഷേപ്പൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ കയ്യിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഒന്ന് തടയി കൊടുക്കാം. എന്നിട്ട് ഓരോ സ്പൂണിലും ഞാനിങ്ങനെ ഇതെടുത്തിട്ട് പൊടി എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഉരുട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ബോളുകളാക്കി മാറ്റി വെക്കാം. ഒരു അത്യാവശ്യം ഇത് ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ട് കയ്യിലൊക്കെ നല്ലോണം ഒന്ന് പൊള്ളുന്നുണ്ട്. അപ്പോൾ അധികം തണുക്കാൻ വെക്കണ്ട കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം തണുത്ത് കഴിഞ്ഞാൽ കട്ട പിടിച്ച് പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഓരോന്നും ഇതുപോലെ ഉരുട്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം. അപ്പോൾ വാൽനട്ടൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്, കുട്ടികളുടെയൊക്കെ ബുദ്ധിശക്തിക്ക് വളരെ നല്ലതാണ് കൊടുക്കുന്നത്. അപ്പോൾ ദിവസേന കുട്ടികൾക്ക് ഇത് 1-2 വെച്ചിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ലഞ്ച് ബോക്സിലൊക്കെ ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് സ്നാക്കായിട്ട് കൊടുത്തു വിടാം. അപ്പോൾ പല അമ്മമാരും ഞാൻ കണ്ടിട്ടുണ്ട് സ്നാക്ക് ബോക്സിലൊക്കെ ഈ ഒരു നട്ട്സൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് പകരം ഇതുപോലെ എല്ലാ നട്ട്സും കൂടി ചേർത്ത് പൊടിച്ചിട്ട് ഇതുപോലെ ഓരോ ഉണ്ടകളാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയാം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.